ഹലോ ഗായ്സ്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം എന്താന്ന് വെച്ചാൽ എന്നോട് കുറച്ച് പേരൊക്കെ DMൽ വന്നിട്ട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരാണോ പഠിക്കുന്നത്? അതുപോലെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ എടുത്തത്? എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ആൻസറുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്തതെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴിയായിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ അവരെ കോൺടാക്റ്റ് ആക്കി. എന്നിട്ട് അവരോട് ഞാൻ ഇതുപോലെ ചോദിച്ചു, എനിക്ക് ഇതുപോലെ BSc നഴ്സിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കോളേജും ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അതിൽ നിന്ന് ചൂസ് ചെയ്താ കേട്ടോ എൻ്റെ ഈ കോളേജ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പുറത്തോട്ടൊക്കെ അഡ്മിഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി അഡ്മിഷൻ എടുക്കാൻ നോക്കുക. കാരണം കുറേ അധികം തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഏജൻസിമാർ വഴി അങ്ങനെയൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ +2 എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിനുള്ളിലോ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തായിട്ട് വേറെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ indigrad.com എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ നമ്പരും അതുപോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് indigrad.com എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പക്കായിട്ട് നമുക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വേണ്ട കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.